നല്ല ബീഫ് വരട്ടിയതും കൈപ്പത്തിരി ഉണ്ടാക്കിയാലോ? ബാ, ഫസ്റ്റ് തന്നെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ബീഫ് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. 1 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കുറച്ച് കറിവേപ്പില, കുറച്ച് പച്ചമുളക്, ചെറിയ ഉള്ളി അരിഞ്ഞത് ഇതെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് മഞ്ഞപ്പൊടി, മുളക് പൊടി, ഗരം മസാല, ഉപ്പ്, വെളിച്ചെണ്ണ ഇതെല്ലാം കൂടി നല്ലോണം തിരുമ്പി കൂട്ടിയിട്ട് ഒരു മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കുക. എന്നിട്ട് അത് നല്ലോണം വേവിച്ചെടുക്കുക. വേറൊരു പാൻ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് തേങ്ങാക്കൊത്തും വറ്റൽമുളക്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പച്ചമുളക്, ചെറുള്ളി ഇതെല്ലാം ഇട്ട് വാട്ടി അതിലേക്ക് പൊടികളും ഇട്ട് വഴറ്റിയ ശേഷം വേവിച്ചിട്ടുള്ള ബീഫും കൂടി ഇട്ട് കൊടുക്കുക. ഒരു 20 മിനിറ്റ് ഇതേപോലെ കുക്ക് ചെയ്ത് വെള്ളം വറ്റിച്ചെടുത്ത് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ സാധനം അവിടെ റെഡി ആയിട്ടാ. ഇതിന്റെ കൂടെ കഴിക്കാനായിട്ട് നമ്മുടെ തൃശ്ശൂർക്കാരുടെ സ്വന്തം കൈപ്പത്തിരി ആയിട്ടാ ഞാൻ ഉണ്ടാക്കുന്നത്. കയ്യിൽ വെച്ച് പരത്താന്ന് വെച്ചപ്പോ വാഴയില കിട്ടിയില്ലാട്ടാ. ഇവിടെയാണെന്നുണ്ടെങ്കിൽ പത്തിരി പ്രസൂലാട്ടാ. പക്ഷെ നമുക്ക് സാധനം ഉണ്ടാക്കിയേ പറ്റുള്ളേ. 2 സ്റ്റീൽ പ്ലേറ്റും എടുത്ത് ഒരു പ്ലാസ്റ്റിക് കവറും എടുത്ത് വെളിച്ചെണ്ണ തൂവി മാവ് അതിന്റെ ഇടയിൽ വെച്ച് ഇങ്ങനെ പരത്തി അങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ സാധനം ഇവിടെ റെഡി. കാണാൻ ലുക്കില്ലെങ്കിലും ഇങ്ങനത്തെ ഊള ഐഡിയകളൊക്കെ ഉണ്ടിട്ട് എനിക്ക്. പിന്നെ അത് ചട്ടിയിലിട്ട് അങ്ങോട്ട് ചുട്ടെടുക്കുക. അങ്ങനെ നമ്മുടെ ബീഫ് വരട്ടിയതും കൈപ്പത്തിരിയും റെഡി. പത്തിരി കീറി ഒരു പീസ് ബീഫും കൂടി ആയിട്ട് അങ്ങോട്ട് വായിലങ്ങോട്ട് വെക്കുക. ആഹാ, സ്വർഗം.